ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് പെസഹ വ്യാഴം, ഈസ്റ്റർ ത്രിദിനത്തിലെ ആദ്യ ദിനം. ഈശോയുടെ വിശുദ്ധ ചരിത്രത്തിൻ്റെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ പീഠാസഹനത്തിൻ്റെയും യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു സമുന്നയമാണ് ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിലൂടെ സംഭവിക്കുന്നത്. ഇന്നേ ദിനം നമ്മൾ വിശേഷമായും ധ്യാനിക്കുന്നത് എപ്രകാരമാണ് യഹൂദരുടെ പെസഹായെ പുതിയ നിയമത്തിലെ പെസഹായായി യേശു രൂപാന്തരപ്പെടുത്തിയതെന്നാണ്. അതിനായി അവൻ തൻ്റെ ശരീരം അപ്പമായി നൽകി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ പുതിയ പെസഹ പരികർമ്മം ചെയ്യാനായി തൻ്റെ മാതൃകയിൽ പുരോഹിതനെ രൂപപ്പെടുത്തി പൗരോഹിത്യം സ്ഥാപിച്ചു. ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് പുരോഹിതൻ തൻ്റെ ഉത്തരവാദിത്വം സ്വയം ശൂന്യവൽക്കരിക്കുന്ന ദാസന്റെ രൂപത്തിലാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് അവൻ പഠിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ കുർബാനയും അതിപരികർമ്മം ചെയ്യുവാനായി പൗരോഹിത്യവും സ്ഥാപിച്ചതിനൊടുവിൽ തൻ്റെ ശിഷ്യന്മാർക്ക് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിക്കൊണ്ട് അവൻ അരുളി ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന്. അതെ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിനെന്ന് ഈശോ പറഞ്ഞപ്പോൾ അവൻ ചെയ്ത മഹത്തായ കാര്യങ്ങളുടെ ഓർമ്മ അയവിറക്കുവാനല്ല അവൻ ആഗ്രഹിച്ചത്, മറിച്ച് ജീവൻ ബലിയാക്കി ശരീരം അപ്പമാക്കിയ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ബലികളായി അനുദിനം രൂപാന്തരപ്പെടുവാനുള്ള അവൻ്റെ കൽപ്പനയായിട്ടാണ് അതിനെ കാണേണ്ടത്. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രിയ സഹോദരരെ. കർത്താവേ, നിന്റെ തിരുവത്താഴ ബലിയിലെന്ന പോലെ അനുദിനവും നിന്റെ ബലി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കടന്നു ചെല്ലുന്നിടങ്ങളിൽ ആ ബലിയുടെ സ്നേഹവും സമാധാനവും എല്ലാവരുമായി പങ്കുവയ്ക്കുവാനും അങ്ങേ കൃപ ഞങ്ങൾക്കേകണമേ. ആമേൻ.